നാമിനെ നമസ്തേ. ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. അപ്പോൾ നമുക്കിന്ന് ഭഗവത്ഗീതയിലെ അധ്യായം 2 22ഉം 23ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്പം സ്പീഡിൽ ഇന്നത്തെ ക്ലാസ് എടുക്കേണ്ടി വരും. കുഴപ്പമില്ല. അപ്പോ ആദ്യത്തെ ശ്ലോകം അധ്യായം 2 22 വാംസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംയാതി നവാനി ദേഹേ. അതിന്റെ വിവർത്തനം: പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്ത് അണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. ഭാവാർത്ഥം: അണുമാത്രനായ ജീവാത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നു എന്നത് പരക്കെ അംഗീകൃതമായ ഒരു വസ്തുതയാണ്. ആത്മാവുണ്ട് എന്നതിൽ വിശ്വസിക്കാത്തവരും അതേസമയം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉറവിടം എന്തെന്ന് വിവരിക്കാൻ കഴിയാത്തവരുമായ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും അവിടെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പരിണാമങ്ങളെ നിഷേധിക്കാനാവില്ല. വാർദ്ധക്യത്തോടെ ഈ പരിണാമം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നു. മുൻ ശ്ലോകത്തിൽ അല്ലെങ്കിൽ 2:13 ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ടല്ലോ. അണുമാത്രനായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭീഷ്ടം നിറവേറ്റി കൊടുക്കുന്നത് പോലെ പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു. മുണ്ടക ഉപനിഷത്തിലും ശ്വേതാശ്വേതര ഉപനിഷത്തിലും വേദഗ്രന്ഥങ്ങൾ പരമാത്മ ജീവാത്മാക്കളെ ഒരേ വൃക്ഷത്തിന്മേൽ ഇരിക്കുന്ന 2 കിളികളോട് ഉപമിച്ചിട്ടുണ്ട്. അവയിലൊന്ന് ജീവാത്മാവ് വൃക്ഷത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കുകയാണ്. മറ്റൊന്ന് അല്ലെങ്കിൽ കൃഷ്ണൻ ആ സുഹൃത്തിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഗുണത്തിൽ സമാനതയുള്ളവരാണെങ്കിലും ഇതിലൊരാൾ ഭൗതിക വൃക്ഷത്തിന്റെ ഫലത്തിൽ ആകൃഷ്ടനാണ്, മറ്റേത് സുഹൃത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷകനാണ് കൃഷ്ണൻ. അർജുനൻ ഫലാസ്വാദകനും സുഹൃത്തുക്കൾ എന്നിരിക്കലും അവരിൽ ഒരാൾ സ്വാമിയും മറ്റേയാൾ ആശ്രിതനുമാണ്. അണുമാത്രനായ ജീവാത്മാവ് ഈ ബന്ധം മറന്നു പോകുന്നതിനാലാണ് അതിന് ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അഥവാ ഒരു ശരീരം വിട്ട് പുതിയ ഒന്നിലേക്ക് അടിക്കടി മാറേണ്ടി വരുന്നത്. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ ഇരുന്ന് ജീവൻ നന്നെ ക്ലേശിക്കുന്നു. അർജുനൻ കൃഷ്ണനെ ആത്മീയ ആചാര്യനായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചതുപോലെ മറ്റേ പക്ഷിയെ പരമോന്നതനായ ആത്മീയ ഗുരുവായി സ്വയം നേടുന്ന പക്ഷം കിളിക്ക് സർവ്വശ്ലോകങ്ങളിൽ നിന്നും ക്ഷീണേന മോചനം നേടാം. മുണ്ടക ഉപനിഷത്തിലും 3:1-2, ശ്വേതാശ്വേതര ഉപനിഷത്തിലും 4:7 ഇങ്ങനെ പറയുന്നു: സമാനെ വൃക്ഷേ പുരുഷോ നിഗ്നോ അനീശയ ശോചതി മുഹ്യമാനഃ ജുഷ്ടം യഥാ പശ്യത്യ അന്യമീശസ്യ മഹിമാന്യ വീതശോക. ഒരേ വൃക്ഷത്തിന്മേലാണ് 2 പേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയുവാനും ഇടവന്നാലുടൻ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതകളിൽ നിന്നും മുക്തനാകും. അർജുനൻ തന്റെ സനാതന സുഹൃത്തായ കൃഷ്ണന് നേരെ മുഖം തിരിച്ച് അദ്ദേഹത്തിന്റെ ഗീതോപദേശം ഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് ശ്രവിക്കുന്നതോടെ അദ്ദേഹത്തിന്റെ കൃഷ്ണന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ശോകവിലാപ ആദികളിൽ നിന്നും വിമുക്തനാകുവാനും കഴിയും. വൃദ്ധനായ മുത്തച്ഛന്റെയോ ഗുരുവിന്റെയോ ദേഹപരിണാമത്തെ പറ്റി ദുഃഖിക്കരുതെന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. മറിച്ച് നീതിയുക്തമായ സമരത്തിൽ അവരുടെ ശാരീരിക ഹിംസ ചെയ്ത് വിവിധ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ധർമ്മയുദ്ധത്തിലോ യജ്ഞവേദിയിലോ സ്വജീവൻ അർപ്പിക്കുന്നവൻ ശാരീരിക കർമ്മങ്ങളുടെ ദുഷിച്ച ഫലങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് സമുന്നതമായ ഒരു നിലയിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് അർജുനന്റെ വിലാപത്തിന് യാതൊരു പ്രസക്തിയുമില്ല.
മമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനകാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നമഃ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 22-ൽ പറയുന്നു, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ ജ്ഞാനി സംയാതി നവാനി ദേഹേ. പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, പ്രഭാത് പറയുന്ന ഭാവാർത്ഥത്തിൽ പറയുന്നു, അണുമാത്രനായ ജീവാത്മാവ് ഒരു ദേഹമിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ എന്താ പറയാ നമ്മൾ നേടിയെടുക്കുന്ന കർമ്മങ്ങൾ, അതിനെ സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും. അങ്ങനെ ധാരാളം സഞ്ചിത കർമ്മങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ അതിൽ പുണ്യങ്ങളുണ്ടാവും, പാപങ്ങളുണ്ടാവും. ഈ പുണ്യപാപങ്ങളിൽ നിന്നും നമ്മുടെ അളവനുസരിച്ച് അതിൻ്റെ ഒരു ഏകദേശം എത്ര ശതമാനം വെച്ച് സുഖവും ദുഃഖവും കൂടെ തന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ആത്മാവ് അണുമാത്രമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. വളരെ മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്, ആത്മാവിനെ കുറിച്ച് പറയുന്നത്. തലമുടി നാരിഴയുടെ 10,000-ൽ 1 അംശം വലിപ്പമാണ് പറയുന്നത്. അപ്പൊ അത്ര സൂക്ഷ്മമായിട്ടുള്ള ഇതാണ് ആത്മാവ്. അപ്പൊ ആത്മാവ് വരുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ജന്മങ്ങളിൽ ഓരോ ശരീരങ്ങൾ സ്വീകരിച്ചിരുന്നു. ആ ശരീരങ്ങളിലൂടെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ പുണ്യഭാവ ഫലങ്ങളിൽ ഒരു പങ്കുമായിട്ടാണ് നമ്മൾ പുതിയ ഒരു ശരീരവുമായിട്ട് ഈ ഭൗതിക ലോകത്തേക്ക് വീണ്ടും വരും. പുനർജന്മത്തിന്റെ ആ അവസ്ഥയിൽ നമ്മൾ പഴയ ജന്മങ്ങളിലൂടെ നേടിയ സംസ്കാരം, കർമ്മങ്ങളുടെ ഫലങ്ങൾ, ചിന്തകൾ, എല്ലാം അനുഭവങ്ങളെല്ലാം നമുക്ക് ആ മുൻജന്മങ്ങളിലെ സഞ്ചിത കർമ്മങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഒരു പങ്കെടുത്ത് നമുക്ക് തരുമ്പോൾ അത് പ്രാരാബ്ധ കർമ്മമായിട്ട് മാറും. അങ്ങനെ സഞ്ചിത കർമ്മമുണ്ട്, പ്രാരാബ്ധ കർമ്മമുണ്ട്. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ മുൻ ക്ലാസ്സുകളിൽ. എന്തായാലും ഇവിടെ എന്താ പറയുന്നത്, ദേഹി എന്താണ് പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്ത് അണിയുന്നത് പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണം? നമ്മളുടെ ഈ ശരീരം എന്തായാലും അസുഖങ്ങളെ, ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാൽ കാഴ്ചക്ക് കുറവുണ്ടാവും, കേൾവി ശക്തി കുറവുണ്ടാവും, ഓർമ്മയ്ക്ക് കുറവുണ്ടാവും. നമ്മളിങ്ങനെ വയസ്സായി വരുമ്പോഴേക്കും ഇത് മുഷിയും, പഴയതാവും. അപ്പൊ കീറി പറഞ്ഞ ഒരു ഉടുപ്പ്, ഒരു വസ്ത്രം മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളെ അപഹാസ്യനാക്കും, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ കളറ് പോയത്, അഴുക്ക് പുരണ്ടത്, കീറിയത്, ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റിയിട്ട് പുതിയവ ധരിക്കും എന്ന് പറഞ്ഞതുപോലെ ആത്മാവ് എങ്ങനെയാണ്? ഈ പറയുന്ന ഈ ശരീരം വിട്ടിട്ട് പല പല അസുഖങ്ങള്, പ്രശ്നങ്ങള്, രോഗബാധകളൊക്കെ ഉള്ള ഈ ശരീരം വിട്ടിട്ട് പുതിയൊരു ശരീരം, അതെങ്ങനെ സ്വീകരിക്കണം? നമ്മളുടെ ഈ ജന്മത്തെ കൂടി കർമ്മങ്ങളുമായി ചേർത്താണ് ഇനി അടുത്ത ഒരു ശരീരം നമുക്ക് കിട്ടാൻ പോകണം. ആൾറെഡി നമുക്ക് സഞ്ചിത കർമ്മം കിടപ്പുണ്ട്, ടൺ കണക്കിന് കിടപ്പുണ്ട്. കാരണം ടൺ കണക്കിന് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? നമ്മൾ വിചാരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വന്നു, ഈ ജന്മത്തിലാണ് നമ്മൾ. അങ്ങനെയല്ല, നമ്മൾ വന്ന് നമ്മുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ആരംഭം തൊട്ടേ ഉള്ളവരാണ് നമ്മൾ. ഭഗവാന്റെ സൃഷ്ടിയുടെ ആരംഭത്തിലെ ഈ ജീവാത്മാക്കളെല്ലാം ഉണ്ട്. ഇവരെല്ലാം ഭഗവാന്റെ ഗോലോകധാമത്തിൽ, ഗോലോക വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നവരാണ്. ഭഗവാനോട് തോന്നിയ ഏതോ ഒരു സമയത്ത് ഭഗവാനോട് തോന്നിയ ഒരു അസൂയയുടെ ഫലമായി എന്തുകൊണ്ട് എന്നെ ആരും സേവിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നെ എല്ലാവരും എന്താ പറയുക വണങ്ങുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരും സേവനം ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നല് ഭഗവാനോട് തോന്നിയ ഒരു അസൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് സ്വന്തമായിട്ട് സുഖം കണ്ടെത്താനായിട്ട് നമ്മൾ ഇവിടെ വന്നു. പക്ഷേ നമ്മൾ എന്താണ്, ഇവിടെ ഒരിക്കലും നമുക്ക് സുഖം കണ്ടെത്താനേ പറ്റൂല. സെൻട്രൽ ജയിലിൽ വന്നിട്ട് നമുക്ക് സുഖമാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ
നമുക്ക് സെൻട്രൽ ജയിലിൽ പറഞ്ഞിട്ടുള്ള ആ സുഖങ്ങളൊക്കെ ഇവിടെ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോ സുഖിക്കാനായിട്ട് നമ്മൾ സെൻട്രൽ ജയിലിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് സുഖം കണ്ടെത്താനായി വന്നു. പിന്നെ നമുക്ക് സുഖമില്ലെന്ന് മനസ്സിലാവും. ബഹൂനാം ജന്മനാമത്തെ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ ഈ നമ്മളെ വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ സ്വീകരിച്ച് നമ്മൾ അവസാനം മനസ്സിലാക്കും എന്താണ്? നമ്മൾ സേവനം ചെയ്യേണ്ട ആളാണ്, നമ്മൾ സേവിക്കപ്പെടേണ്ട ആളല്ല. പരമ ദിവ്യത്വം പുരുഷനായ ഭഗവാനെ സേവിക്കലാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. കാരണം നമ്മുടെ മൂലസ്വരൂപം തന്നെ നിത്യദാസൻ എന്നുള്ളതാണ്. ആത്മാവിന്റെ മൂലസ്വരൂപം അത് നമുക്ക് ഭൗതിക ലോകത്തായാലും ആത്മീയ ലോകത്തായാലും അങ്ങനെയാണ്. കാരണം ഇവിടെ പോലും ഭൗതിക ലോകത്ത് പോലും നമ്മൾ കുടുംബത്തിൽ ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ആ കുടുംബത്തെ, ഭാര്യയെയും മക്കളെയും അച്ഛനും അമ്മമാരെ സേവിക്കും. ഇനി ഭാര്യയാണെങ്കിലോ ഭർത്താവിനെയും മക്കളെയൊക്കെ സേവിക്കും. അച്ഛൻ്റെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയൊക്കെ സേവിക്കും. ഇനി മക്കളാണെങ്കിലോ അവര് പഠിച്ച് വലുതായി വളർന്ന് ഉദ്യോഗമൊക്കെ നേടി അച്ഛനെയും അമ്മയൊക്കെ അവര് സേവിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ വളരെ അപൂർവമാണ്. എന്നാൽ പോലും ഇങ്ങനെയൊക്കെയാണ് ഈ സേവനം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇതൊന്നുമില്ല. ഇപ്പൊ ടാറ്റ ബിർലയെ പോലെ വല്ല പണക്കാരനാണ്, അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്നിരിക്കൽ അവരൊരു പട്ടിയും കൊണ്ട് നടക്കും അല്ലേ? പട്ടിയെ സേവിച്ചുകൊണ്ട് നടക്കും. രാവിലെ പട്ടിയുടെ തൊണ്ടെല്ലാം പിടിച്ച് ഇങ്ങനെ പട്ടി പോകുന്നിടത്തൂടെ നടന്നു പോകും. പട്ടി ഈ അപ്പിയിടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. അത് പട്ടി മൂത്രമൊഴിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പട്ടിയും കൊണ്ട് ലോകം മുഴുവൻ ചുറ്റും. അതും ഒരു സേവനമാണ്. പട്ടിയെ സേവിക്കലാണെന്ന് മാത്രം. യഥാർത്ഥത്തിൽ നമ്മൾ സേവിക്കേണ്ടത് ആരെയാണ്? നമ്മൾ സേവിക്കേണ്ടത് ഭഗവാനെയാണ്. അപ്പോ എല്ലാവരും പ്രായം ചെന്നിട്ടാണോ മരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ മരിക്കാറില്ലേ അല്ലേ? അവരൊക്കെ അപ്പോൾ അതിന്റെ കാരണം എന്താ വെച്ചാല് ശരിക്കും നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? അപ്പൊ എത്ര കാലമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മൾ ഇഷ്ടംപോലെ കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോ അവർക്ക് അത്രയും കർമ്മേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അത്രയും കർമ്മം. കൊച്ചുകുട്ടികൾക്കെല്ലാം കുറച്ച് കർമ്മം. അതുപോലെ ചില ഡിവോട്ടീസ് ഒക്കെ കുറച്ചു കാലം ഭഗവത് സേവനം ചെയ്തിട്ട് മരിച്ചു പോകുന്നതാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തിയാക്കാൻ പിന്നെ കുറച്ചേ ഉള്ളൂ. ബാക്കി കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. പിന്നെ കുറച്ച് കർമ്മം കൂടെ പൂർത്തിയാക്കാനുണ്ട്. ആ സമയത്ത് അദ്ദേഹം വിട്ടുപോയത് കൊണ്ട് വീണ്ടും ശരീരം സ്വീകരിക്കുന്നു. അതുപോലെ കൊച്ചുകുട്ടികളായിട്ടൊക്കെ മരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് അവരുടെ കർമ്മം അത്രയേ ഉള്ളൂ അവർക്ക് അനുഭവിക്കാനായിട്ട്. അതുകൊണ്ടാണ് അവര് ചെറുപ്പത്തിലേ തന്നെ മരിച്ചു പോകുന്നത്. അപ്പോ നമ്മൾ ഓരോരുത്തരും കർമ്മങ്ങളിലൂടെ നേടിയ കർമ്മഫലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരങ്ങൾ, ഇവയനുസരിച്ചുള്ള ഒരു യാത്രയാണ് ഈ പറയുന്ന ശരീരങ്ങൾ. വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ, അത് പക്ഷികളുടെ ആയിക്കോട്ടെ, മൃഗങ്ങളുടെ ആയിക്കോട്ടെ, മനുഷ്യരുടെ ആയിക്കോട്ടെ, ഈ മരങ്ങളുടെ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ജന്മങ്ങളായാലും നമ്മൾ ഈ പറയുന്ന ചിന്തകള്, സംസാരങ്ങള്, നമ്മുടെ പ്രവൃത്തികള് എല്ലാം നമ്മൾ വിചാരിക്കുന്ന കർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൈകൊണ്ടോ കാലുകൊണ്ടോ ചെയ്യുന്നത് മാത്രമാണ് കർമ്മങ്ങൾ എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് മുതൽ കർമ്മം തുടങ്ങിയാണ്. നമ്മളിപ്പോ ഒരു തീവ്രവാദി ഒരു ബോംബ് വയ്ക്കണമെങ്കിൽ അവൻ നിന്ന നിൽപ്പിൽ പോയി ഒരു ബോംബ് വയ്ക്കലല്ല. അവൻ ഒരു മാസത്തിന് മുമ്പ് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനോ എയറോഡ്രാമോ ഒക്കെ കണ്ട് അവിടെ എത്ര സെക്യൂരിറ്റി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഏത് സമയത്ത് പോയാൽ ബോംബ് വയ്ക്കാം, എത്ര പേര് ആ സമയത്ത് അവിടെ വരും, ഏത് ഫ്ലൈറ്റ് എത്തും, അല്ലെങ്കിൽ ഏത് ട്രെയിൻ വരും, അല്ലെങ്കിൽ ഏത് ട്രെയിനകത്ത് എപ്പോഴും ബോംബ്, ഇതൊക്കെ ചിന്തിച്ചാണ് അയാള് ഒരു എന്താ പറയാ അത് പദ്ധതിയിലേക്ക് നടപ്പാക്കിയെടുക്കുന്നത്. അതുപോലെ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ എത്രയോ പേരെ മാനസികമായിട്ട് വേദനിപ്പിക്കാം അല്ലെ? എത്രയോ പേരെ കൊല്ലാറുണ്ട്. പലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ പലരുടെയും വാക്കുകളും വളരെയധികം പലരെയും മുറിവേൽപ്പിക്കാറുണ്ട്. അപ്പം അതും കർമ്മമാണ്. പിന്നെ നമ്മുടെ ശാരീരികമായി നമ്മൾ ചെയ്യുന്ന കർമ്മം, കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ആ കർമ്മങ്ങൾ. ഇങ്ങനെ 3 തരമുണ്ട്. ചിന്ത, സംസാരം, പിന്നെ പ്രവൃത്തി, ശരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം നമുക്ക് എന്ത് തരുന്നു? വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ തരുന്നു. അപ്പോ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കും തുറന്ന വാർദ്ധക്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പരിണാമങ്ങളെ നിഷേധിക്കാനാവില്ല എന്ന് പ്രഭുപാദുടെ പറയുന്നു. അപ്പം പുതിയ മോഡേൺ ടെക്നോളജി പ്രകാരം പോലും അവർക്ക് പോലും ഈ പറയുന്ന കാര്യങ്ങൾ വാർദ്ധക്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ പ്രവേശിക്കുമ്പോൾ ശരീരത്തിന് വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ, ഓരോ ജീനുകളും നശിച്ചു പോയിട്ട് പുതിയ പുതിയ ജീനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു മാറ്റം, ശാരീരിക മാറ്റം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇത് അറിയില്ലെന്ന് മാത്രം. നമ്മള് ചെറുപ്പത്തിലുള്ള നമ്മളല്ല ഇപ്പോൾ, നമ്മൾ അതേ ആള് തന്നെയാണെങ്കിലും നമ്മുടെ ജീനുകളെല്ലാം മരിച്ച് പുതിയ പുതിയ ജീനുകൾ വന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമ്മൾ ശാരീരികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഈ ജന്മത്തിൽ മാത്രമല്ല, നമ്മൾ 84 ലക്ഷം ജീവജാലങ്ങളിലൂടെയാണ് ഈ പറയുന്ന ശരീരം ഓരോ ആത്മാക്കളും സ്വീകരിക്കുന്നത്. അത് ഓരോ വ്യത്യസ്തങ്ങളായ കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, അന്തരീക്ഷത്തിലുള്ള ജീവജാലങ്ങൾ, ഈവൻ സൂര്യനിൽ പോലും ജീവിക്കാൻ കരുത്തുള്ള ജീവജാലങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങൾ, ഇത് കൂടാണ്ട് നമ്മൾ മരിക്കുമ്പോൾ, മരണത്തിന് ശേഷം നമ്മൾ ഈ സ്ഥൂല ശരീരം നശിച്ചു പോയിട്ട് നമുക്ക് കിട്ടുന്ന ശരീരത്തിന്റെ പേരാണ് സൂക്ഷ്മ ശരീരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തോടു കൂടിയ സൂക്ഷ്മ ശരീരം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുത്രനോ പുത്രിയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പിണ്ടബലിയോടുകൂടി നമുക്ക് പിണ്ട ശരീരം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുണ്യം ചെയ്തവനാണെങ്കിൽ പുണ്യഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ആ രീതിയിലുള്ള ഗന്ധർവന്മാര്, ദേവന്മാര്, കിന്നരന്മാര് തുടങ്ങിയ ആ രീതിയിലുള്ള ശരീരം കിട്ടും. ഇനി പാപികളാണെങ്കിൽ അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി 28ഓളം നരകങ്ങളിൽ 28ഓളം നരക യാതനകൾ അനുഭവിക്കാനായിട്ട് അവിടെ നിങ്ങൾക്ക് യാതനാ ശരീരം, ഈ പറയുന്ന പാപികളായിട്ടുള്ള ആൾക്കാർക്ക് യാതന ശരീരം കിട്ടും. അത് കഴിഞ്ഞിട്ട് പാപ കർമ്മങ്ങളുടെ ഫലം എല്ലാം, യാതന, ആ ശിക്ഷയെല്ലാം അനുഭവിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം അവർക്ക് പിതൃശരീരം കിട്ടും. അങ്ങനെ അവർ പിതൃലോകത്തുണ്ടാവും. ആ സമയത്താണ് നമ്മൾ കർക്കിടവാവിനൊക്കെ അർപ്പിക്കുന്ന ബലിയുടെ അംശം അവർക്ക് കിട്ടുന്നത്. നമ്മുടെ ഭൂമിയിലെ ഒരു വർഷമാണ് അവരുടെ ഈ പിതൃലോകത്തെ ഒരു ദിവസം. അതുകൊണ്ട് ഓരോ വർഷവും നമ്മൾ കർക്കിടവാവിന് ബലി അർപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആഹാരമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ശരിക്കും വിഷ്ണു പ്രസാദം തന്നെ കൊടുക്കണമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അത് ചെയ്യാനുള്ള പൂജാരിക്ക് തന്നെ ഡെയിലി 1000 പ്രാവശ്യം എന്താ പറയാ, ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും നോക്കിയല്ല ഇന്നിപ്പോ ഇതൊക്കെ നടക്കുന്നത്. എന്തായാലും ഇങ്ങനെ പിതൃശരീരത്തിലേക്ക് ആ ആത്മാവ് യാതന ശരീരത്തിൽ നിന്നും പോകും. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ അവസാനം ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ശരീരം സ്വീകരിക്കണോ അതൊക്കെ വീണ്ടും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഉദാഹരണം, ഒരു കോഴിയെ കൊന്നിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ കൊന്ന കോഴി ഒരു മനുഷ്യനായിട്ടും നമ്മൾ കോഴിയായിട്ടും വീണ്ടും ജനിക്കണം. ജനിച്ച് അയാളാൽ നമ്മൾ കൊല്ലപ്പെടണം. അപ്പോഴാണ് ദൈവത്തിന്റെ മുമ്പിലുള്ള നീതി തുല്യമായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ നരകശിക്ഷ അനുഭവിച്ചത് കൊണ്ട് മാത്രം ആയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ കർമ്മവും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് കർമ്മങ്ങളെന്ന് പറയാൻ കാരണം ഇത് നമ്മളെ ഒരിക്കലും വിടില്ല. ഇത് നിങ്ങൾ പിന്തുടർന്ന് കൊണ്ടേയിരിക്കും. അപ്പോ ആത്മാവിന് മാറ്റമില്ല. ശരീരത്തിനാണ് ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ. ഒന്ന് നമ്മളിപ്പോ ഇത് കണ്ടു. ശരീരം 84 ലക്ഷം ജീവജാലങ്ങളെ കുറിച്ച് ശാസ്ത്രം പറയുന്നു. കൂടാണ്ട് ഈ പറയുന്ന മരണത്തിന് ശേഷമുള്ള ശരീരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ശാസ്ത്രങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് നമ്മുടെ കൂടെയുള്ള പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. കാരണം എന്താണ്? നമ്മുടെ വാസനയും നമ്മുടെ സംസ്കാരവും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെയാണ് നമുക്ക് മറ്റൊരു ശരീരം തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവിടെ ദൈവത്തിനൊന്നും ഒരു പങ്കുമില്ല. ദൈവം നിങ്ങളുടെ ആഗ്രഹത്തിന് സാക്ഷ്യം തരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ സാക്ഷിയാകി നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആരും ഭഗവാൻ കൃഷ്ണൻ ഒരു ആത്മാവിന്റെയും കാര്യത്തിൽ ഒന്നിലും ഇടപെടാറില്ല. അപ്പോ ഒരു ആത്മമിത്രത്തിന്റെ അഭീഷ്ടം സാധ്യമാക്കി കൊടുക്കുന്നത് പോലെ പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ അഭീഷ്ടം നിറവേറ്റപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭഗവാനായിട്ട് നീ ഇന്നതാവണമെന്നൊന്നും ഭഗവാൻ തീരുമാനിക്കില്ല. ഇതെല്ലാം നമ്മൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ അടുത്ത ജന്മം ഈ ദേവനാകാനും നമുക്ക് കഴിയും, അസുരനാകാനും കഴിയും, നമുക്ക് മൃഗമാകാനും കഴിയും, പക്ഷിയാകാനും കഴിയും. എന്തു വേണോ ആകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോ മുണ്ടകോപനിഷത്തിലും ശ്വേതോപനിഷത്തിലും ഒരു മരത്തിലിരിക്കുന്ന 2 പക്ഷികളായി ജീവാത്മാ പരമാത്മാക്കളെ ഉപമിച്ചിട്ടുണ്ട്. ആ പക്ഷികൾ എങ്ങനെയാണ്? ഒരു പക്ഷി ആ ഭൗതികമായ ഫലം ആസ്വദിക്കുന്നതിന്റെ തിരക്കിലാണ്, ജീവാത്മാക്കളായിട്ടുള്ള ആത്മാക്കൾ. അത് കഴിഞ്ഞ് പരമാത്മാവായ ഭഗവാനാണെങ്കിലോ അദ്ദേഹം ഈ ജീവാത്മാവായ പക്ഷി ഭൗതികമായ ഫലം ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കി അങ്ങനെ സാക്ഷിയായിട്ടിരിക്കുന്നു. ഈ പക്ഷി, ഈ ജീവാത്മാവ് എന്നാണോ ആ സാക്ഷിയായ ഭഗവാനിലേക്ക് തന്റെ ശ്രദ്ധ പോകുന്നതും, അങ്ങനെ ആ പക്ഷിയുടെ അടുത്തേക്ക് തന്റെ ശ്രദ്ധ പോയി ആ പക്ഷിയെ അനുസരിച്ച് ജീവിക്കുന്നതും, അതോടുകൂടി മാത്രമാണ് നമ്മൾ ഭഗവാന്റെ ധർമ്മത്തിലേക്ക് പോകുന്നത്. അപ്പോ ശരിക്കും
ഫലത്തെ വിട്ട് ഭഗവാനാകുന്ന സാക്ഷി അല്ലെങ്കിൽ പക്ഷിയെ നോക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ മറന്നുപോയ ജീവാത്മ പരമാത്മ ബന്ധം തിരിച്ചറിയുന്നതോടുകൂടി ജനന മരണത്തിന് ചക്രത്തിന് ഒരു അവസാനമുണ്ടാകും. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് പിന്നെ ജനനവും മരണവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ജനിച്ചു മരിച്ച് കഴിയും. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തിയുത ഭഗവത് സേവനവും ഭഗവാന്റെ നാമജപവും ഭഗവാന്റെ പ്രസാദം കഴിക്കല്, ഭഗവാനെ കുറിച്ചുള്ള ഗ്രന്ഥപാരായണങ്ങള്, ഭഗവാന്റെ ലീലകൾ നടന്ന പുണ്യതീർത്ഥങ്ങള്, അവിടെയൊക്കെ തീർത്ഥാടനം, ഇങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ആരെ കൊണ്ടുവരണം? ഭഗവാനെ കൊണ്ടുവരണം. അങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മൾ ആരെക്കുറിച്ച് ചിന്തിക്കണം? ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനും പറ്റുള്ളൂ. ബഹൂനാം ജന്മനാമന്റെ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ ഈ പറയുന്ന അറിവുകൾ നേടി ഒരാൾ എൻ്റെ ഭക്തിയുടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് എന്നിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ശരിക്കും അന്ത്യകാലേച്ച മാമേവ സ്മരൻ മുക്ത കളേബരം. കളേബരം എന്ന് പറഞ്ഞാൽ ശരീരം അന്ത്യകാലേച്ച ആ സമയത്ത് മരണസമയത്ത് ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ നിനക്ക് എൻ്റെ ധാമത്തിലേക്ക് വരാം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയും. അപ്പൊ നമ്മളെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ബോധം, ഇത് എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്കൊരു ശരീരം ഇനി കിട്ടാനിരിക്കുന്നത്. അപ്പം ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? നമ്മൾ ഈ ജന്മത്തിലെ കൃഷ്ണന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതായ കർമ്മങ്ങൾ. അതുകൊണ്ട് മാത്രമേ നമുക്ക് ജനന മരണ ചക്രത്തിൽ നിന്നും മോചനമുള്ളൂ. അല്ലാത്തടത്തോളം കാലം പുനരവി ജനനം, പുനരവി മരണം, പുനരവി ജനനി ജഡരേശ. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷിതി ഡിപ്പെഞ്ച് കാണും. മണ്ടന്മാരെ, നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പഠിച്ച വ്യാകരണമോ സംസ്കൃതമോ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം, വലിയ ജോലിയും, വലിയ വീടും, വലിയ കാറും, വലിയ കുടുംബമൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിങ്ങനെ ജനിച്ചു മരിച്ച് കഷ്ടപ്പെടേണ്ടി വരും. മറിച്ച് അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢം. മൂഢന്മാരെ, നിങ്ങൾ ഗോവിന്ദനെ, കൃഷ്ണനെ ഭജിക്കൂ. കൃഷ്ണനെ ഭജിച്ച് നിങ്ങൾ ഭഗവാന്റെ നാമത്തില് കൃഷ്ണരായിട്ട് ഭഗവാന്റെ നാമം ജപിച്ച് ബോധമണ്ഡലത്തിൽ ഭഗവാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാം. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവിക്ക് പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാനി ആനി കർമ്മ ഏകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു മന്ത്രം, ഏകം ശാസ്ത്രം, ഒരേ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ദേവിക്ക് പുത്രഗീതം. ദേവിക്ക് പുത്രനായ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകി പുത്ര ഏവ. ഒരേ ഒരു ദേവൻ എന്നുള്ളത് സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മാവായി കുടികൊള്ളുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനും ഏകോ മന്ത്ര തസ്യ നാമാന്യാനി. ഒരേ ഒരു മന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാമജപവും. കർമ്മപേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു കർമ്മം, നമുക്ക് പറഞ്ഞിട്ടുള്ള കർമ്മം ആ ഭഗവാന്റെ സേവ ചെയ്യലാണ്. അപ്പോ നമുക്ക് മനുഷ്യനായിട്ട് നമ്മൾക്ക് ഒരു ജന്മം കിട്ടുന്നത് തന്നെ വളരെ ഭാഗ്യം ചെയ്യണം. അങ്ങനെ മനുഷ്യജന്മം കിട്ടിയിട്ട് തന്നെ നമ്മൾ വല്ല അന്റാർട്ടിക്കയിലോ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും മൃഗമായിട്ട് ഒരു വ്യത്യാസവുമില്ല. ഇനി ഈവൻ ഭാരതത്തിൽ തന്നെ ജനിച്ചിട്ട് നമ്മൾ ആ രീതിയിലുള്ള ഈശ്വരനുമായി ഒരു ബന്ധവുമില്ലാതെ, ഭഗവാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻസ് ഫാമിലികളിലോ, അല്ലെങ്കിൽ അത്തരം ഭഗവാനായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മോക്ഷം കിട്ടില്ല. മറ്റുള്ള മതങ്ങളിലെല്ലാം സ്വർഗം വരെ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് ഭൗതിക ലോകം തന്നെയാണ്. ഇപ്പം നമ്മളിവിടെ ഭൂമിയിൽ തിരുവനന്തപുരത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയാൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോയാൽ, അല്ലെങ്കിൽ ഫിൻലാൻഡിൽ പോയാൽ, അല്ലെങ്കിൽ നെതർലാൻഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്ത് പോയാൽ നമ്മുടെ ഇവിടത്തെക്കാട്ടി കുറെ കൂടി ഭൗതിക സൗകര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് അവിടെ പോയാലും ഈ പറയുന്ന എല്ലാ ദുഃഖങ്ങളും ഉണ്ട്, അല്ലേ? രോഗങ്ങളുണ്ട്, എല്ലാം വരും. അതുപോലെ ഒരു ഉയർന്ന ലോകമാണ് എന്താണ്? ദേവലോകം. അപ്പൊ അവിടെ പോയാലും എന്താണ് കാര്യം? അവിടെ പോയാലും ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിക്കുമ്പോൾ നമ്മൾ പുണ്യം നേടിക്കൊണ്ടാണല്ലോ സ്വർഗത്ത് പോകുന്നത്. സ്വർഗത്ത് പോയി നമ്മൾ അവിടെ പുണ്യം ചെലവാക്കി അവസാനം പുണ്യം തീരുന്ന ഒരു സമയം വരും. ഇപ്പൊ ബാങ്കിൽ പൈസ കിടപ്പുണ്ട്, 1 ലക്ഷം കിടപ്പുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം 100 രൂപയാവും, പിന്നെ 10 രൂപ, പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനില്ല, അല്ലേ? അപ്പൊ എന്ത് പറ്റും? പുണ്യം ക്ഷയിക്കുമ്പോൾ നമ്മളെ കയ്യിൽ 5 പൈസ കാണും എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ എവിടെ വരും? ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിക്കുമ്പോൾ നേരെ മർത്യലോകത്തിന്റെ ഒക്കെയാണ് നമ്മൾ വന്ന് പതിക്കും. മർത്യലോകം എന്ന് പറയുന്നത് വേറെ എടുത്തുമല്ല, ഇവിടെ തന്നെ.
ഭൂമിയിൽ തന്നെ മനുഷ്യരുടെ ലോകമാണ് മർത്യലോകം. അപ്പൊ എന്താ പറ്റണം? അപ്പോൾ നമ്മുടെ പുണ്യങ്ങളെല്ലാം തീർന്നു, പിന്നെ ഒന്നുമില്ല, സ്റ്റോക്കൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ദരിദ്രമായ കുടുംബത്തില്, രോഗികളുടെ കുടുംബത്തില്, ഇങ്ങനെ വളരെ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ കുടുംബത്തില്, എങ്ങനെ ആ രീതിയിൽ ഒരു പുണ്യമില്ലാതെ ആ രീതിയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ വന്ന് വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഭഗവാൻ കൃഷ്ണനെ അർജുനൻ ഗുരുവായി സ്വീകരിച്ചു സ്വയം സമർപ്പിക്കുന്നതോടെ എല്ലാ വ്യാകുലതയിൽ നിന്നും മുക്തനാണ്. ഭഗവാൻ കൃഷ്ണനെ അർജുനൻ ഗുരുവായിട്ട് സ്വീകരിക്കും. ആദ്യം തുടക്കത്തില് ആ രഥത്തിനെ കൊണ്ട് സൈന്യത്തിന്റെ മുമ്പിൽ കൊണ്ടിടുന്നൊക്കെ വലിയ അധികാരഭാവത്തിൽ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. തിരിച്ച് അർജുനന്റെ മാറ്റം ഭയങ്കരമായിരുന്നു. അർജുനന് മനസ്സിലായി, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തൊക്കെയാണെന്ന് ധരിച്ചു, അതുകൊണ്ട് എന്നെ ഒരു ശിഷ്യനെ പോലെ കരുതി അങ്ങൊരു ഗുരുവായിട്ട് കണ്ട് എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നാലും എന്ന് പറയുന്ന സമയം തൊട്ടാണ് കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിക്കുന്നത്. അവിടെ പിന്നെ അത് മുതൽ അർജുനൻ ശിഷ്യനും ഭഗവാൻ ഗുരുവുമായിട്ട് മാറുകയാണ്. അപ്പോൾ ജനിച്ച ഒരാൾക്ക് മരണവും മരിച്ച ഒരാൾക്ക് ജനനവും വളരെ നിശ്ചിതമാണ്. ആ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. അതിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ ബോധമണ്ഡലത്തിൽ ഭഗവാനെ കൊണ്ടുവരികയും അങ്ങനെ മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് മരിച്ചാൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും പറ്റും. പക്ഷെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. പ്രഹ്ലാദൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്? ബാല്യത്തിലെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സ്ലേറ്റിൽ നമ്മൾ അറിയാലോ, നമ്മൾ എഴുതി അഴുക്കും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വ്യക്തത ഉണ്ടാകും. അതുപോലെ നമ്മൾ തുടക്കത്തിൽ നല്ല ക്ലീൻ സ്ലേറ്റ് ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകാനും അത് ഫോളോ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നമ്മൾ കൊച്ചു കുട്ടികളാവുമ്പോൾ കൂടുതലൊന്നും ഈ പറയുന്ന ഭൗതികതയൊന്നും ആ കുട്ടിയുടെ ബോധത്തിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത് ബാല്യത്തിലേ തുടങ്ങേണ്ടതാണ്. പക്ഷെ പൊതുവിൽ നമ്മുടെ ഈ ഹിന്ദു മതത്തിലുള്ള എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് വയസ്സായി ഒന്നിനും കൊള്ളാതെ വരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആത്മീയം എന്നാണ്. ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഭഗവത്ഗീത വായിക്കാൻ പറ്റില്ല, ഭഗവാന്റെ അമ്പലത്തിലേക്ക് പോകാൻ കാലിന് കോച്ച് കൊളുത്ത് വാദം പിത്തം അങ്ങനെ കാര്യങ്ങൾ, ചെവി കേൾക്കാൻ പറ്റില്ല, കാഴ്ചക്ക് ബുദ്ധിമുട്ട്, പിന്നെ ബുദ്ധിശക്തിക്ക് ബുദ്ധിമുട്ട്. നമുക്ക് എന്തെങ്കിലും ഈ വായിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തന്ന കാര്യം അനുസരിച്ച് ഫോളോ ചെയ്യാൻ നമുക്ക് ശാരീരികമായ അവസ്ഥയില്ല. പിന്നെ നമുക്ക് അതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? നമുക്കപ്പോൾ കുറ്റബോധം തോന്നും, വിഷമം തോന്നും. അയ്യോ, എൻ്റെ ജീവിതത്തിലെ നല്ല സമയങ്ങളെല്ലാം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞല്ലോ എന്ന് നമ്മൾ മലപ്പുറം ഇരുന്ന് വിഷമിക്കേണ്ടി വരും. ശരിക്കും ജീവിതത്തിന് ഇപ്പോൾ 50-90 വയസ്സുള്ള ഒരാൾക്ക് ആ 90 വയസ്സിൽ 45 വർഷത്തോളം നമ്മൾ ഉറങ്ങിക്കളയുകയാണ്. ആലോചിച്ച് നോക്കണം. അതിൽ 10-15 വർഷത്തോളം നമ്മൾ ബാല്യത്തിൽ കളിച്ചും ചിരിച്ചും ഓടിയും മറിഞ്ഞും ഒക്കെ അങ്ങനെ കളയുന്നു. അപ്പോൾ 45, 15, 60 പോയി. പിന്നെ ഒരു 10-20 വർഷം പഠനം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പൊ 80 പോയി. പിന്നെ എത്രയുണ്ട്? 10 വർഷമൊക്കെയാണ് പലർക്കും കിട്ടുന്നത്. ഈ 10 വർഷം കൊണ്ട് വേണം ഞാൻ ആര്, ഭഗവാൻ ആര്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധമെന്ത്, നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകണം, എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാനും ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആധ്യാത്മികമായ ചിന്തയോടെ ജീവിച്ച് മരണത്തിലേക്ക് പോകാനും, അങ്ങനെ ആ സമയം മരിക്കുന്ന സമയം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനും പറ്റും. പക്ഷെ അതിന് നമ്മൾ തുടക്കത്തിലേ ഇറങ്ങണമെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? മുത്തച്ഛൻ, ഗുരു, സുഹൃത്തുക്കൾ തുടങ്ങിയ ചിന്തകൾ മാറ്റിവെച്ച് ധർമ്മയുദ്ധത്തിന് ഇറങ്ങുകയാണ് വേണ്ടത്. ഈ പറയുന്ന എല്ലാവരും ഓരോരുത്തരുടെ കർമ്മഫലങ്ങൾ കൊണ്ട് ഓരോരോ ശരീരം സ്വീകരിക്കുകയാണ് എന്ന അർജുനന് കൃഷ്ണൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെന്താണ്? യുദ്ധഭൂമിയിലും യജ്ഞവേദിയിലും സ്വജീവൻ അർപ്പിക്കുന്നവൻ സമുന്നതമായ നിലയിലേക്ക് ഉയർത്തപ്പെടുമെന്നും പറയുന്നു. യുദ്ധത്തിൽ നമ്മൾ ഭയന്ന് പിന്മാറാതെ, പേടിച്ചോടാതെ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവർക്ക് സ്വർഗലോകം കിട്ടും. സ്വർഗലോകം ശാശ്വതമല്ല, എന്നാലും അവർക്ക് സ്വർഗീയ ലോകങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. ഒപ്പം എവിടെയാണ്? യജ്ഞവേദിയിലും ശരീരങ്ങൾ ഉപേക്ഷിക്കുന്നവർക്കും സമുന്നതമായ നിലയിലേക്ക് ഉയരാൻ പറ്റും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ കർമ്മഫലങ്ങളാണ്. ആ കർമ്മഫലങ്ങളിലൂടെ പല പല ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നു. ആ കർമ്മങ്ങളെല്ലാം 2 തരം കർമ്മങ്ങളുണ്ട്. സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം.
നമ്മൾ എത്രയോ കാലങ്ങളായി നേടിയത് സഞ്ചിത കർമ്മം നമ്മൾ തൊട്ട് മുമ്പുള്ള ഈ ജന്മത്തിലേക്ക് വേണ്ടി ആവശ്യമുള്ള കർമ്മങ്ങളായിട്ട് വരുന്നത് പ്രാരാബ്ധ കർമ്മം. ഇങ്ങനെ രണ്ടു തരം കർമ്മങ്ങൾ. ഇത് കൂടാതെ അകാമി കർമ്മം എന്ന് പറയും. അപ്പൊ അകാമി കർമ്മം ഇപ്പോൾ ഒരാൾ നമ്മളെ തിരിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് അകാമി കർമ്മം എന്ന് പറയും. അപ്പൊ ഇതെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം നമ്മളെ ഇവിടെ ബന്ധിച്ചിടുന്നുണ്ട്. അപ്പോ ഒരാള് ഇത്ര വയസ്സ് വരെ സുഖദുഃഖങ്ങൾ അനുഭവിച്ച ശേഷം ഈ ശരീരം ഉപേക്ഷിച്ച് തിരിച്ച് എവിടെ പോകും? തിരിച്ചു പോയിട്ട് വീണ്ടും ബാക്കി കിടപ്പുണ്ടെങ്കിൽ, ഈ സഞ്ചിത കർമ്മം കിടപ്പുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വീണ്ടും ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോ ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആ ശരീരം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് മറ്റേ സഞ്ചിത കർമ്മത്തിൽ നിന്നും എടുത്തു തരുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ നിഗൂഢമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സത്യത്തെ മനസ്സിലാക്കിയാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ ഈ ശരീരം വിടുന്നതിൽ നീ ഒരിക്കലും വ്യാകുലപ്പെടേണ്ടതില്ല എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ചില കൊച്ചുകുട്ടികളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ് ആ കൊച്ചുകുട്ടി തന്നെ ചിലപ്പോൾ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ട്, പൊട്ടി കരയാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ശരിക്കും ഈ കുട്ടി ജനിച്ചിട്ട് ഒരു കർമ്മം ചെയ്തു തുടങ്ങിയില്ല. പക്ഷെ തൊട്ട് മുമ്പുള്ള ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ആ ചിന്തകളൊക്കെ ഈ കൊച്ചുകുട്ടി, ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുകുട്ടിക്ക് സ്വപ്നങ്ങളായിട്ടൊക്കെ വരും. അങ്ങനെയാണ് ആ കുട്ടി ഞെട്ടി ഉണർന്നിട്ട് പൊട്ടി കരയാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിച്ച, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് സ്വപ്നത്തിലൊക്കെ വരാറുള്ളൂ. അപ്പൊ സ്വപ്നങ്ങൾ നമ്മുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കൂടാണ്ട് തന്നെ നമുക്കറിയാം, ചില കൊച്ചുകുട്ടികൾ പാട്ടിന് ഭയങ്കര, ഒരു പാട്ടും പഠിക്കാതെ തന്നെ നന്നായിട്ട് പാടും. നമ്മൾ എസ് പി ബാലസുബ്രഹ്മണ്യമൊക്കെ അങ്ങനെ സംഗീതം പഠിക്കാതെ പ്രശസ്തനായ ഗായകനായിട്ട് മാറിയ ആളാണ്. അതുപോലെ ഇപ്പം തന്നെ വയലിന് ഒരു ഗംഗ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം. അതുപോലെ നൃത്തത്തിലായാലും സിത്താർ വായന, പാട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത ശ്ലോകങ്ങൾ കാണാതെ പഠിപ്പിച്ച ഒരു കൊച്ചുകുട്ടിയെ കുറിച്ച് നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന കൊച്ചുകുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്ക് എന്താണ്? മുൻജന്മങ്ങളിൽ നിന്ന് കിട്ടിയ ആ വലിയ വലിയ അറിവുകളും ആ കഴിവുകളൊക്കെയാണ് ഈ ആത്മാക്കളിലൂടെ വരുന്നത്. അപ്പോൾ ആത്മാവ് ജലത്തിലൂടെയാണ് മറ്റൊരു ശരീരം പ്രാപിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അപ്പം പുഴയിലൂടെ, കുളത്തിലൂടെ, അല്ലെങ്കിൽ കടലിലൂടെ, മഴവെള്ളത്തിലൂടെയൊക്കെയാണ് ഈ ആത്മാക്കള് നമ്മുടെ വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചിരുന്നാൽ ആ വെള്ളത്തിൽ തന്നെ എന്തുണ്ടാവും? ചെറിയ 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 കൃമികള്, പുഴുക്കൾ, ഇങ്ങനെ അതിനകത്ത് പല വ്യത്യസ്തങ്ങളായ അതിൽ ചെടികൾ വരും. ഇങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ജലത്തിലൂടെയാണ് ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കുന്നത് എന്ന് പറയുന്നു. 4 തരത്തിലുള്ള ജീവജാലങ്ങളാണ് മൊത്തത്തിലുള്ളത്. ഒന്ന് സേതജം എന്ന് പറഞ്ഞാൽ വിയർപ്പിലൂടെ ജനിക്കുന്നത്, ബാക്ടീരിയ, ഫംഗസ്, പേന്, ഇതൊക്കെ അതിലൂടെ. പിന്നെ അണ്ടജം, മുട്ടകളിലൂടെ ഉണ്ടാകുന്ന പക്ഷികളിലൊക്കെ, പാമ്പ്, പക്ഷികളിലൊക്കെ മുട്ടയിലൂടെ ജനിക്കുന്നത്. പിന്നെ ഉദ്ദിജം വെച്ചാൽ വിത്തുകൾ, കമ്പുകൾ, ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്നതാണ് ഉദ്ദിജം. പിന്നെ ജലായുജം, ഗർഭപാത്രത്തിൽ സാധാരണ മനുഷ്യര്, പിന്നെ പശു, ആട്, ഇങ്ങനെയൊക്കെയുള്ള ജീവജാലങ്ങളിൽ ജനിക്കുന്നതാണ് ഈ ഗർഭപാത്രം, ജലായുജം എന്ന് പറയുന്ന 4 തരത്തിലുള്ള ജീവികളാണ് നമ്മുടെ ഈ ലോകത്തുള്ളത്. അപ്പോ ഈ ശ്ലോകത്തിന്റെ പ്രധാന പോയിന്റ്സ് ഒക്കെ ഇതാണ്. ഇന്ന് ഒരു ശ്ലോകം കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യപോ ന ശോഷേതി മാരുത. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിനെ ശ്വസിപ്പിക്കാനോ കഴിയുകയില്ല. ഭാവാർത്ഥം, വിവിധ ശാസ്ത്രങ്ങളിലാകട്ടെ തീനാളങ്ങൾ, പേമാരി, കൊടുങ്കാറ്റ് ഇവയാകട്ടെ ആത്മാവിനെ ഹനിക്കുവാൻ ഉതകുകയില്ല. ആധുനിക കാലത്തെ ആഗ്നേയ ആയുധങ്ങൾക്ക് പുറമെ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ടെല്ലാം നിർമ്മിക്കപ്പെട്ട പലവിധം ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ആധുനിക കാലത്തെ അണ്വായുധങ്ങളെ ആഗ്നേയാസ്ത്രങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മുൻപ് വിവിധതരം ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ അനേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ആഗ്നേയ ആയുധങ്ങളിൽ ജലായുധങ്ങൾ കൊണ്ട് എതിരിട്ട് പോന്നു. ഇന്നത്തെ സയൻസിന് അവയെപ്പറ്റി അറിഞ്ഞുകൂടാ. കൊടുങ്കാറ്റുണർത്തുന്ന ആയുധങ്ങളെപ്പറ്റിയും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അറിയില്ല. പക്ഷേ എത്ര ശാസ്ത്രീയങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടായാലും ആത്മാവിനെ കീറി മുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധിക്കുകയുമില്ല. ജീവാത്മാവെന്ന എങ്ങനെ നിലവിൽ വന്നു എന്നും അജ്ഞത മൂലം മായാശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ടു എന്നും മായാവാദികൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല.
ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും വേർപെടുത്തുവാനും ആവില്ല. അവ എന്നെന്നും പരമാത്മാവിന്റെ ഭിന്നാംശങ്ങളാണ്. ശാശ്വതനായ ജീവാത്മാവ് അണുമാത്രനാകയാൽ മായാശക്തിക്ക് അടിമപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. തീക്കട്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീപ്പൊരികൾ തീക്ക് വെളിയിലേക്ക് പോകുമ്പോൾ അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്നും വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്ക് അടിപ്പെടുന്നു. വരാഹപുരാണത്തിൽ ജീവാത്മാക്കളെ പരമാത്മാവിന്റെ വിഭിന്നാംശങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നതും അവ എക്കാലത്തും അങ്ങനെ ആയിരിക്കും എന്നാണ്. മായാശക്തിയിൽ നിന്നും മോചനം നേടിയാലും ജീവാത്മാവ് പ്രത്യേകമായ വ്യക്തിത്വം പുലർത്തുന്നു. ഗീതോപദേശത്തിൽ നിന്നും ഇത് വ്യക്തമാകുന്നുണ്ട്. കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ട് അർജുനൻ മുക്തനായി. എന്നാൽ അദ്ദേഹം കൃഷ്ണനോട് ഒരിക്കലും ഏകീഭവിച്ചില്ല. അപ്പോ ഇവിടെ എന്താ പറയണ? ആത്മാവിനെ ഒന്നുകൊണ്ടും നശിപ്പിക്കാനാകില്ല. എന്തൊക്കെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനാവില്ല, വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല എന്നാണ്. പുരാണങ്ങൾ അണ്വായുധങ്ങളെ പറ്റി, ആഗ്നേയായുധങ്ങളെ പറ്റി, ജലായുധങ്ങളെ പറ്റിയൊക്കെ വിവരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന ശരീരത്തെ മാത്രമേ ആ ആയുധങ്ങൾക്കെല്ലാം നശിപ്പിക്കാനാവൂ. ആത്മാവിനെ ഈ ആയുധങ്ങൾക്കൊന്നും നശിപ്പിക്കാൻ കഴിയില്ല എന്നിവിടെ എടുത്തു പറയുന്നു. പിന്നെന്താണ്? ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും വേർതിരിക്കാനും ആവില്ല. അപ്പൊ ജീവാത്മാവും പരമാത്മാവും എപ്പോഴും ഉണ്ട്. ജീവാത്മാവിനോടൊപ്പം പരമാത്മാവ് എപ്പോഴും ഉണ്ട്. അതെങ്ങനെയാണ്? ഈ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം. മരത്തിലെ പഴം ആസ്വദിക്കുന്ന ജീവാത്മാവിന് സാക്ഷിയായി നോക്കിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവായിട്ട് ഇവരെപ്പോഴും ഉണ്ട്. നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ഒരു സാക്ഷി ഭഗവാൻ പരമാത്മാവാണ്, അല്ലേ? സൂര്യൻ, ചന്ദ്രൻ, പിന്നെ പരമാത്മാവ്, പിന്നെന്താണ്, പിന്നെ ശ്രവണന്മാർ, ഇവരെല്ലാം നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുറിയിൽ കയറി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, എന്ത് ചെയ്താലും, മോഷണം നടത്തിയാൽ, എന്ത് ചെയ്താലും ആരുണ്ട്? ഭഗവാനുണ്ട്. പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയഭാഗത്ത് ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ കാണുന്നുണ്ട്. പിന്നെ സൂര്യചന്ദ്രാദികൾ കാണുന്നുണ്ട്. പിന്നെ ശ്രവണന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഓരോ ജീവാത്മാവിനോടും ജന്മത്തോടൊപ്പം ഉണ്ട്. അത് നമ്മുടെ ഈ ആഫ്റ്റർ ഡെത്ത് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോ ഈ പറയുന്ന ജീവാത്മാവിനോടൊപ്പം ആരുണ്ട്? പരമാത്മാവ് എപ്പോഴും ഉണ്ട്. അത് എന്താ പറയണ? തീക്കട്ടയിൽ നിന്നും തീക്ക് വെളിയിലേക്ക് പോയാൽ അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്നും പോകുന്നത് ജീവാത്മാക്കൾ മായക്കടിമപ്പെടാൻ കാരണമാകും. അപ്പം തീക്കട്ടയിൽ ഇരിക്കുമ്പോൾ അത് തീയായിട്ട് തന്നെ ഇരിക്കും, തീപ്പൊരിയല്ല. പക്ഷെ ആ തീപ്പൊരി തീയിൽ നിന്നും വിട്ടുപോകുമ്പോൾ എന്ത് പറ്റും? ഭൗതികതയുമായിട്ടുള്ള സത്സംഗത്തിൽ, മായയായിട്ടുള്ള ബന്ധത്താൽ എന്ത് പറ്റും? ആധ്യാത്മികമായ അല്ലെങ്കിൽ ഭഗവാന്റേതായ ആ ഗുണങ്ങളെല്ലാം നമ്മളിൽ നിന്നും അകന്നു പോകും. ഭഗവാന്റെ ആ സംഘം ഇടുന്നതോടുകൂടി തന്നെ നമ്മൾ മായയ്ക്ക് അധീനരായിട്ട് മായയ്ക്ക് അടിമയായിട്ട് മാറും. വരാഹപുരാണത്തിലും ഭഗവത്ഗീതയിലും ജീവാത്മാവ് പരമാത്മാവിന്റെ വിഭിന്നാംശമാണെന്ന് ഉറക്കെ പറയുന്നുണ്ട്. ഏതിലൊക്കെ? വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. രണ്ടുപേർക്കും പ്രത്യേകം വ്യക്തിത്വവുമുണ്ട്. അപ്പൊ ചിലരൊക്കെ മായാവാദികൾ പറയും നമ്മളെല്ലാം ഒന്ന് തന്നെ, നമ്മളും ഈശ്വരൻ തന്നെ എന്നൊക്കെ പറയും. ഒരിക്കലും നമ്മൾ ഈശ്വരനാകില്ല. അർജുനൻ ഒരിക്കലും എന്തായില്ല? കൃഷ്ണനായില്ല. ഹനുമാൻ ഒരിക്കലും രാമനും ആയില്ല. ആയോ? ഇല്ല. ഇവരെല്ലാം വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ, എന്തിനേറെ വിഗ്രഹങ്ങൾ പോലും വ്യത്യസ്തരാണ്. ഇപ്പൊ ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ ശ്രീകൃഷ്ണനും എല്ലാം ഒന്നാണ് നമ്മൾ കൃഷ്ണൻ എന്നുള്ള രീതിയിൽ ഉരമതിച്ച് കാണുമെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കെല്ലാം പ്രത്യേകം ആഗ്രഹങ്ങളും പ്രത്യേകം ചിന്തകളും ഒക്കെ ഉണ്ട് ഈ വിഗ്രഹങ്ങൾക്ക് പോലും. അതിൻ്റെ കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ട് ധാരാളം. ഞാൻ മറ്റൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയാം. ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്രത്തോളം പോകുന്നില്ല. അപ്പൊ എന്തായാലും ജീവാത്മാക്കള് പ്രത്യേകമാണ്. പരമാത്മാവും ഒറ്റയ്ക്കാണ്. പക്ഷെ ജീവാത്മാക്കള് എങ്ങനെയാണ്? സമുദ്രത്തിലെ വെള്ളം പോലെ. ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സമുദ്രത്തിൻ്റെതായ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, എല്ലാ ഗുണങ്ങളും ഉണ്ട്, എല്ലാ പദാർത്ഥങ്ങളും അതിലുണ്ട്. പക്ഷെ അത് കടലാണോ? ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമാണ്. അത് കടലല്ല. കടൽ വെള്ളം മാത്രമേ ആകുന്നുള്ളൂ, ഇല്ലേ? കടൽ എന്ന് പറയുമ്പോൾ
നമുക്ക് ചിന്തയ്ക്ക് അധീനമാണ്. നമ്മുടെ ഭൂമിയുടെ 4/3 എന്താണ്? കടലാണ്. ആ കടലിൽ നമുക്ക് കാണാൻ പറ്റാത്തതായ, കണ്ണും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതാണ് കടൽ. പക്ഷെ കടൽ വെള്ളം എന്ന് പറയുന്നതോ, ഒരു ഗ്ലാസ്സിൽ നമുക്ക് കടൽ വെള്ളം അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ കൊണ്ടുവരാം. പക്ഷെ ഇതിനെ ആ കുപ്പി വെള്ളം കൊണ്ടുവരും ഇത് കടലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കടൽ വെള്ളം എന്നേ പറയാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ പരമാത്മാവിന്റെ എല്ലാ ഗുണങ്ങളും ജീവാത്മാവിനുണ്ട്. പക്ഷേ ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവല്ല. പക്ഷെ മായാവാദികൾ പറയുന്നത് എന്താണ്? നമ്മൾ ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ എവിടെ പോകും? പരമാത്മാവിൽ ചെന്ന് ലയിക്കും. അങ്ങനെ ഒരു ലയനം ശരിക്കും ഇല്ല. ബ്രഹ്മത്തിൽ ചെന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രഭയാണ്, അല്ല ഭഗവാനല്ല. ഭഗവാന് ചുറ്റുമുള്ള ആ പ്രഭയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ ചെന്ന് ചേരാമെന്ന് പൂന്താന ജ്ഞാനപ്പാനയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും കൃഷ്ണനിൽ നേരിട്ട് ചെന്ന് ചേരലല്ല. അത് ഭഗവാന്റെ ബ്രഹ്മമാണ്. ആ പ്രഭയില് ചെന്ന് ചേരുന്നു, അത്രേ ഉള്ളൂ. അത് അവിടെ ചെന്ന് ഇരിക്കുന്നതും ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉറക്കത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്രവൃത്തിയുമില്ല. അങ്ങനെ അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ബ്രഹ്മത്തിൽ പോലും. അപ്പൊ അത് ശരിക്കും ആധ്യാത്മികമായിട്ട് ഒരു നല്ലൊരു കാര്യമായിട്ട് ഭക്തന്മാരോ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയാറില്ല. നമ്മളെപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ മുഴുകേണ്ടവരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുമ്മാ ഇരിക്കാനേ പറ്റില്ല. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ മനസ്സുണ്ടെങ്കിലും കർമ്മങ്ങൾ ചെയ്യും, ഇല്ലേ? നമ്മൾ വീട്ടിൽ നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മുടെ അടുത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? നമ്മൾ ചിലപ്പോൾ ശാരീരികമായിട്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ പലയിടത്തും പോകും, പലതിനെ കുറിച്ച് ചിന്തിക്കും, പല കാര്യങ്ങളും അപ്പോഴേക്കും മനസ്സിലേക്ക് കടന്നു വരും. അപ്പൊ അതും ഒരു കർമ്മമാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ചിന്തിക്കുന്നത് കർമ്മമാണ്. അപ്പോൾ കർമ്മം ചെയ്യാണ്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആത്മാവിന് എവിടെ പോയാലും കർമ്മം ചെയ്യണം. അപ്പൊ അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അത് മൂലസ്വരൂപം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്, നിത്യസേവകനാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ കർമ്മം ചെയ്യാതെ ഇയാള് ഈ ബ്രഹ്മത്തിൽ ചെന്നിരുന്നാൽ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം അവിടെ ഒന്നും ചെയ്യാനില്ല, ബ്രഹ്മത്തിൽ ചെന്ന് അങ്ങനെ ഇരിക്കലാണ്. ഈ ജീവാത്മാവിനാണെങ്കിലോ കർമ്മം ചെയ്തേ പറ്റൂ. അവസാനം അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവിടും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും രണ്ട് വ്യക്തിത്വമാണ്. ആ ജീവാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്, പരമാത്മാവിനും വ്യക്തിത്വമുണ്ട്. ദേവന്മാർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വങ്ങളാണ്. അതുപോലെ മഹർഷിമാർക്ക് അവർക്കും ഓരോ വ്യക്തിത്വങ്ങളാണ്. മനുഷ്യർക്കും അങ്ങനെ, എല്ലാ അസുരന്മാർക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് എല്ലാവർക്കും ഓരോരോ വ്യക്തിത്വങ്ങളുണ്ട്. അവരൊരിക്കലും ഈ പറയുന്ന ഭഗവാനിൽ ചെന്ന് ചേർന്ന് ഭഗവാനായിട്ട് മാറില്ല. നമ്മളൊക്കെ ആ ബ്രഹ്മത്തിൽ ചെന്നിരിക്കാൻ വേണമെങ്കിൽ അത് ഭഗവാനിലല്ല, ഭഗവാന്റെ ചുറ്റുമുള്ള ആ പ്രഭയിലാണ്. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോ ഭഗവത്ഗീത ജ്ഞാനത്തില് അർജുനൻ മുക്തനായി, എന്നാൽ അദ്ദേഹം കൃഷ്ണനോട് ഒരിക്കലും ഏകീഭവിച്ചില്ല എന്ന് ഈ ശ്ലോകത്തിനെ പറയുന്നുണ്ട്. ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണനോട് ചേരുന്നില്ല. അദ്ദേഹം മുക്തനായി. ഭഗവാൻ പറഞ്ഞത് കേട്ട് ഭഗവാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് കൊണ്ട് അദ്ദേഹം ഈ ഭൗതിക ലോകത്തു നിന്നും മുക്തനായി തിരിച്ച് ഭഗവാന്റെ ധാമത്തേക്ക് പോയി. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം ഒരിക്കലും ഭഗവാനായിട്ട് മാറിയില്ല. അപ്പോ മരണം നമുക്ക് അറിയാം, പലതരത്തിലുള്ള മരണങ്ങളുണ്ട്. ഇപ്പൊ കുത്തേറ്റ് മരിക്കാം, വെട്ടേറ്റ് മരിക്കാം, തീയിൽ വെന്ത് മരിക്കാം, വെള്ളത്തിൽ മുങ്ങി മരിക്കാം, ഇടിമിന്നലേറ്റ് മരിക്കാം, കൊടുങ്കാറ്റടിച്ച് മരിക്കാം, മഴയത്ത് പ്രളയമുണ്ടായി മരിക്കാം. ഇങ്ങനെ ഈ സമയത്തെല്ലാം നമ്മുടെ ശരീരമാണ് നശിക്കുന്നത്, ആത്മാവല്ല. ആത്മാവിന് ഇവയ്ക്കൊന്നും, ഈ പറയുന്ന ഐറ്റങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവിനെ വാളുകൊണ്ട് കത്തി കൊണ്ട് കൊല്ലാനോ, മുറിവേൽപ്പിക്കാനോ, വെള്ളം കൊണ്ട് കുതിർക്കാനോ, കാറ്റ് കൊണ്ട് ശ്വസിപ്പിക്കാനോ ഒന്നും കഴിയില്ല. അതിനാൽ അർജുന, നിന്റെ ആയുധങ്ങൾ അവർ മരിക്കുന്നു എന്ന് അർജുന, അതുകൊണ്ട് അർജുന, നിന്റെ ആയുധത്താൽ നിന്റെ ഈ പറയുന്ന മുത്തച്ഛൻ, നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ ഗുരുക്കന്മാർ, നിന്റെ ബന്ധുജനങ്ങൾ, നിന്റെ മക്കള്, ഇങ്ങനെ തുടങ്ങിയുള്ളവരെല്ലാം നീ കൊല്ലുന്നതായിട്ട് നിന്റെ ആയുധങ്ങൾ കൊണ്ട് മരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവിന് നാശമില്ല. എന്ന് മാത്രമല്ല, അർജുനൻ കൊന്നില്ലെങ്കിലും ഇവരെല്ലാം മരിക്കും. കാരണം ജനിച്ചാൽ മരിച്ചേ പറ്റൂ, അല്ലെ? മരിച്ചാൽ ജനിച്ചേ പറ്റൂ. ഇതിൽ രണ്ടിനും ഒരു സ്റ്റോപ്പ് ഇടണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തനായി ഭഗവാന്റെ ഭക്തിയുടെ ഭഗവത് സേവനത്തിലൂടെ ബോധമണ്ഡലത്തിൽ ഭഗവാനെ കൊണ്ട് നിറയ്ക്കുമ്പോൾ മരണസമയത്ത് ഭഗവാനെ ചിന്തിച്ചു കൊണ്ട് മരിച്ചാൽ മാത്രമേ നമുക്ക് ശരീരം എടുക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകത്തുള്ളൂ. അതാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്നൊക്കെ പറയുന്നത്. അപ്പോ
ആത്മാവിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം പറഞ്ഞാലേ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ ആത്മാവിനെ കുറിച്ച് വീണ്ടും 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 ഇതിന് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ ആത്മാവിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കുവാനോ പിന്നെന്താണ് ഉണക്കാനോ ഒന്നും കഴിയില്ല. അതേസമയം അത് സ്ഥിരമാണ്, ശാശ്വതനാണ്. ശാശ്വതം എന്ന് പറഞ്ഞാൽ അന്ത്യമില്ല. ഭഗവാനെ പോലെ തന്നെ അന്ത്യാവസ്ഥാനങ്ങൾ ഇല്ലാത്തതാണ്. പിന്നെ എന്താണ്, ആനന്ദപൂർണവുമാണ്. ആത്മാവെന്ന് പറയുന്നത് സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം, അറിവ്, പൂർണ്ണ അറിവുള്ളത്, ശാശ്വതത്വമുള്ളത്, പിന്നെ ആനന്ദം. ഈ മൂന്നും നിറഞ്ഞതാണ് ആത്മാവ്. പിന്നെന്താണ്, അദൃശ്യനാണ് ആത്മാവ്. നമ്മുടെ ചിന്തയ്ക്ക് ഉപരിയുള്ളവനാണ് ആത്മാവ്. മാറ്റമില്ലാത്തവനാണ് ആത്മാവ്. എല്ലാ സ്ഥലത്തേക്കും പോകാനും എവിടെയും ഗമിക്കാനും ഒക്കെ കഴിവുള്ളവനാണ് ആത്മാവ്. അപ്പൊ അതുകൊണ്ട് നീ ഈ പറയുന്ന ശരീരത്തെക്കുറിച്ച് എന്താണ് ദുഃഖിക്കരുത് എന്ന് ഭഗവാൻ ആരടുത്ത് പറയുന്നു? അർജുനന്റെ അടുത്ത് പറയുന്നു. അപ്പോ ഈ പറയുന്ന നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നു. എന്താ പറയാ, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളാണ് ഈ ജന്മത്തിലെ, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ കൂടി കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല. കാരണം നമുക്ക് എന്താ പറയുക, സഞ്ചിതമായിട്ട് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ജനിച്ച് നേടിയ കർമ്മങ്ങൾ കിടപ്പുണ്ട്. അതിന്റെ ഒരു പങ്കാണ് നമുക്ക് ഈ ജന്മത്തില് പ്രാരാബ്ധ കർമ്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പുനർജന്മത്തെ കുറിച്ച് ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. 1926 ഗുജറാത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നു. ആ കുട്ടിയുടെ പേര് ശാന്ത എന്നാണ്. അച്ഛനും അമ്മയ്ക്കുമെല്ലാം ആ കുട്ടി, കാരണം മൂത്തത് ഒരു സഹോദരനായിരുന്നു, ഇളയ പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടി വന്നതോടുകൂടി അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ആ കുട്ടി വളരെ നല്ല രീതിയിൽ അവർ വളർത്തി. കുട്ടിക്കൊരു സംസാരിക്കാൻ ഉള്ള പ്രായമായപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് ഈ ആഹാരമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേറെ ആഹാരം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഏതാഹാരം? അത് വേറെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പോ അത് ഈ പറയുന്ന ഗുജറാത്തി ഭാഷയിലുള്ള ഒരു ഫുഡല്ല. പക്ഷെ ആ കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ചെയ്തു തന്നാൽ മതി. അതിന്റെ പാചകക്കുറിപ്പെല്ലാം പറഞ്ഞു കൊടുത്തു, അതെങ്ങനെ ചെയ്യണം, എങ്ങനെ ഏതൊക്കെ ഐറ്റം ചേർക്കണം. അങ്ങനെ ആ ആ സാധനം ഉണ്ടാക്കി അതിമനോഹരം, നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം. അപ്പൊ അത് കഴിച്ചു. ഈ കൊച്ചു കുട്ടിക്ക്, 3 വയസ്സുള്ള കുട്ടിക്ക് ഇതെങ്ങനെ മനസ്സിലായി? അപ്പോഴേ അവർക്ക് സംശയം ഉണ്ടായി. അങ്ങനെ 3 വയസ്സ് കഴിഞ്ഞു, 4 വയസ്സായി. അപ്പോ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും അല്ല, ഞാൻ നിങ്ങളുടെ മകളുമല്ല, എൻ്റെ പേര് ശാന്തയുമല്ല എന്നായി. അപ്പോ ഇവർക്ക് വല്ലാത്ത പേടിയായി. ഈ കൊച്ചുകുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അപ്പോ പറയും. പിന്നെ ആ കുട്ടി വീണ്ടും പറയാൻ തുടങ്ങി, എനിക്ക് ഭർത്താവുണ്ട്, എനിക്കൊരു മകനുണ്ട്, 3-4 വയസ്സായതേ ഉള്ളൂ, അപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇത് കേട്ടപ്പം നല്ല പ്രേതബാധ വല്ലതും കയറിയതാണോ എന്ന് വിചാരിച്ചവരും ചെയ്തു. അച്ഛനും അമ്മയും കൂടെ രഹസ്യമായിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി. മന്ത്രവാദി അവിടെ ഇരുന്ന് കുറെ പൂജയും ഹോമമൊക്കെ ചെയ്തു. കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. കൊണ്ടുപോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ വീണ്ടും ഇതിന്റെ ഇതേപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. അങ്ങനെ അവര് ആകെ വിഷമമായി. അവര് നേരെ സർക്കാർ ആശുപത്രിയിൽ മനോരോഗ വിദഗ്ധനെ കൊണ്ട് കാണിച്ചു. അങ്ങേരും അവിടെ കൊണ്ട് ഉടൻ തന്നെ ഹിപ്നോട്ടിസോ കാണിച്ച്, നീ അതാണ്, നീ ഇതാണ്, നിന്റെ ശരീരത്തിൽ നിന്ന് മറ്റത് പോയി മറിച്ച് എന്നൊക്കെ പറയും, എന്തൊക്കെയൊക്കെ കാണിച്ചു. ഒരു മാറ്റവും ഇല്ല. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും ഈ കുട്ടി ഈ പറയുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അഹമ്മദാബാദിലാണ്, ഞാൻ അവിടെയാണ് എൻ്റെ വീട്, എനിക്കൊരു ഭർത്താവുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ പേര് ചൗധരി എന്നാണ്, എനിക്കൊരു കുട്ടിയുണ്ട്, കുട്ടിയുടെ പേര് സാമു എന്നാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി ഭയങ്കരമായിട്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് ഭയങ്കര വിഷമായി. ഞങ്ങളുടെ മാറ്റിനോറ്റിരുന്ന ഒരു മോളെ കിട്ടി. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായ ഒരു മോളെ കിട്ടിയതിൽ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കണല്ലോ, എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. ആശുപത്രി കൊണ്ടുപോയി, മാറ്റമില്ല. ഈ പറയുന്ന മന്ത്രവാദിയെ കൊണ്ട് കാണിച്ചപ്പോ മാറ്റമില്ല. അവസാനം അവരെന്ത് ചെയ്യും? എന്താ ചെയ്യാ, ഈ കുട്ടിയെ പഠിക്കാനും വിടാൻ പറ്റുന്നില്ല. എവിടെ പോയാലും ഈ കുട്ടി പല പല കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടില് ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് വരും. അദ്ദേഹം വന്നിട്ട് ഒരു സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അപ്പൊ അദ്ദേഹം വന്നപ്പോഴേക്കും ഇവർ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെയാണ് ഞങ്ങളുടെ മോളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു, ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ, നമുക്ക് നല്ല മരത്തിൽ ഇത്തിള് പിടിച്ചതുപോലെയാണ് ആ കുട്ടി. അവള് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു. അവള് ഭർത്താവുണ്ട്, അവള് ശാന്തയല്ല, ഞങ്ങൾ അവളുടെ അച്ഛനും അമ്മയും അല്ല, അവൾക്കൊരു മകനുണ്ട് എന്നൊക്കെ പറയണം.
എല്ലാ രീതിയും നോക്കി ഒരു മാറ്റവും ഇല്ല. അപ്പൊ അയാള് ഇതിലൊരു എന്തോ ഒരു സത്യമുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം കുട്ടിയെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എവിടെയാണ് നിന്റെ നീ പറയുന്ന സ്ഥലം? അത് അഹമ്മദാബാദില്. അഹമ്മദാബാദിൽ എവിടെ? അത് ഇന്ന സ്ഥലത്ത്. അവിടെ എവിടെ? അവിടെ ഇന്ന. ആ അഡ്രസ്സൊക്കെ അറിയാമോ? ആ അഡ്രസ്സൊക്കെ അറിയാം. ശരി, അഡ്രസ്സൊക്കെ അയാൾ എല്ലാം എഴുതി. പിന്നെ നിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താണ്? അത് ചൗധരി. ആ വീട്ടുപേര് അത് ഇന്നത്. എല്ലാം എഴുതി കൊടുത്തു. ശരി, അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്, അത് ഈ അഡ്രസ്സിൽ ഒരു കത്തെഴുതി. കത്തെഴുതിയപ്പോൾ അതിനൊരു മറുപടി വരുന്നു. അതെ, ഞാനാണ്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ മനസ്സിലായി? എൻ്റെ പേര് ചൗധരി എന്നാണ്. എന്തിനാണ് എന്നെ ഇപ്പോൾ ഈ കത്തെഴുതി അയച്ചത്, വിളിച്ചത്, അറിയിച്ചത്? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെയും അച്ഛനെയും അമ്മയെയും പിന്നെ ഈ ഹെഡ് മാസ്റ്റർ അടക്കം എല്ലാവരും കൂടെ ട്രെയിനിൽ ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിലെ അഹമ്മദാബാദിലേക്ക് പോയി. അവിടെ ചെന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഈ കുട്ടി ഓടുകയാണ്. ഓടി നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ പുറകെ ഈ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ പറയുന്ന ഹെഡ് മാസ്റ്ററും എല്ലാം ഉണ്ട്. അവിടെ ചെന്നിട്ട് കഥയിൽ അടിച്ചപ്പോഴേക്കും ഒരാൾ ഇറങ്ങി വരുന്നു. കഥവ് തുറന്നു. ഇറങ്ങി വന്ന ഉടനെ ഈ കുട്ടി അയാളുടെ പാദത്തിൽ വീണു നമസ്കരിച്ചു. അപ്പോ ഇവിടെ എന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ പറഞ്ഞിരുന്നത് പ്രകാരം ആര് മരിച്ചാലും രണ്ടാമത് വിവാഹം കഴിക്കില്ല എന്നല്ലേ നമ്മൾ തമ്മിൽ തീരുമാനിച്ചിരുന്നത്. എന്നിട്ട് അങ്ങ് എന്നെ പറ്റിച്ചുകൊണ്ട് അങ്ങ് കല്യാണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞ് കരയും. അപ്പൊ ചൗധരി അതിശയിച്ചു. കാരണം ഈ കുട്ടിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. 4 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടി പറയുന്നു, നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം ഞാൻ മരിച്ചു പോയാൽ കല്യാണം കഴിക്കില്ലെന്നല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഈ കുട്ടി ഈ കുട്ടി ഇദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹം കല്യാണം കഴിച്ചോ ഇല്ലെന്നുള്ളതും ഈ കുട്ടിക്ക് അറിയാൻ വഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര അതിശയമായി പോയി. കാരണം അദ്ദേഹം കല്യാണം കഴിച്ചു. കാരണം ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി ഇവരിലുള്ള ഈ ശാന്ത എന്ന് പറയുന്ന ആ കുട്ടിയുടെ മുൻജന്മത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയായ സമയത്ത് അതിൽ ജനിച്ച പുത്രനെ നോക്കാനായിട്ട് ഒരു അമ്മയുടെ ആവശ്യം അദ്ദേഹത്തിന് തോന്നുകയും അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. ഓ, അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ അങ്ങനെ നിന്നെ മറന്നിട്ടൊന്നും അല്ല, എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. എല്ലാ ബന്ധുജനങ്ങളും ഈ കൊച്ചിന്റെ കാര്യം നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. സോറി, നീ ആരാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറയും, എന്നെ മനസ്സിലായില്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, മരിച്ചുപോയ ഭാര്യയാണ്. നിങ്ങൾക്ക് എന്നെ ഇത്രയേ ഓർക്കുന്നുള്ളൂ നിങ്ങൾ എന്നെ? ഞാൻ മരിച്ചതോടുകൂടി എൻ്റെ ഓർമ്മകളെല്ലാം പോയോ? നമ്മൾ ഇവിടെയെല്ലാം പോയി, ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ടൂറ് പോയിട്ടില്ലേ, നമ്മൾ അമ്പലങ്ങളിൽ ദർശനം എടുക്കാൻ പോയിട്ടില്ലേ, ഇതെല്ലാം കറക്റ്റായിട്ട് ആ കുട്ടി പറയണം. അപ്പോൾ ഇതിനിടയ്ക്ക് വയസ്സായ ഒരാൾ ഈ വീട്ടിനകത്തേക്ക് വന്നു കയറി. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ആൾക്കാരെല്ലാം ചുറ്റിലും വന്ന് നിറഞ്ഞു. ഇതിനിടയിൽ ഒരാൾ വീട്ടിനകത്തേക്ക് വന്ന് കയറിയതും ഈ കുട്ടി അയാളുടെ പാദത്തിലേക്ക് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, കാലിലാണ് പിടിക്കണം, അത്ര പൊക്കേ ഉള്ളൂ, കാരണം 4 വയസ്സേ ആയിട്ടുള്ളൂ. എന്റെ ഭർത്താവിന്റെ അച്ഛനാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ കറക്റ്റായിരുന്നു, ചൗധരിയുടെ അച്ഛനായിരുന്നു അത്. അപ്പോ എല്ലാവരും അതിശയിച്ചു, എന്താ ഇതിനൊരു പരിഹാരം? അപ്പോ ഇവരെല്ലാരും ഇങ്ങനെ ഈ കുട്ടി കറക്റ്റായിട്ടാണ് എല്ലാം പറയുന്നത്. പക്ഷെ എന്താ പറയാ, ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ശാന്തയുടെ ഭർത്താവിന് ഏകദേശം 55-60 വയസ്സാകും പോകുന്നു. കല്യാണം കഴിച്ചു. ഈ കുട്ടിക്കാണെങ്കിൽ 3 വയസ്സ് 4 വയസ്സ് മാക്സിമം 5 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള അച്ഛന്റെ അമ്മയുടെ അടുത്ത് തന്നെ കഴിഞ്ഞാൽ മതി എന്ന് എല്ലാവരും കൂടെ കൂടി തീരുമാനിക്കും. അങ്ങനെ സങ്കടത്തോടു കൂടി അവള് ശാന്ത ഗുജറാത്തിലേക്ക് പോകും. എന്നിട്ട് ജീവിതം, എനിക്ക് ഇനി ഒരു ബന്ധം വേണ്ട, ഈ ജന്മത്തിലും എനിക്ക് ഇനിയൊരു ബന്ധം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വൃന്ദാവനത്തിലേക്ക് പോകും ശാന്ത. അവിടെ ചെന്നിട്ട് വൃന്ദാവനത്തിൽ ഭഗവാന്റെ ഭഗവത് സേവനവും നാമജപവും എല്ലാം ചെയ്ത് അവിടെ ഒരു ആശ്രമത്തിൽ തങ്ങി ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രസാദം എല്ലാം കഴിച്ച് 1986 വൃന്ദാവനത്തിൽ വെച്ച് ശരീരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ ജന്മത്തിൽ എന്തായാലും ഭാര്യ ഭർത്താക്ക ഉണ്ടായി. പക്ഷെ അടുത്ത ജന്മത്തിൽ ഇനി എനിക്കൊരു ഭർത്താവ് വേണ്ട, എനിക്ക് ഭഗവാനെ തന്നെ ഭർത്താവായിട്ട് മതി എന്നുള്ള ഒരൊറ്റ
ദൃഢനിശ്ചയത്തോടുകൂടി ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ, അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ സഹോദരി സഹോദരനാകാം, അല്ലെങ്കിൽ അച്ഛൻ മകളാകാം, അല്ലെങ്കിൽ എന്താ പറയാ പട്ടിയാവാം, പൂച്ചയാവാം, എന്തുമാകാം. നമ്മൾ ദ്രോഹിച്ചിട്ട് നമ്മൾ പറ്റിച്ചവരെല്ലാം നമ്മുടെ മക്കളായിട്ട് വന്ന് പിറക്കും എന്ന് ഗരുഡപുരാണം ഒക്കെ പറയുന്നുണ്ട്. ഈ കൂടൽ മാണിക്യ ക്ഷേത്രം, ഭരതക്ഷേത്രം, അവിടെ തൃശ്ശൂര് കൂടൽ മാണിക്യ ക്ഷേത്രത്തില് ഈ പുനർജന്മത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചിത്രങ്ങളായിട്ടും വരകളായിട്ടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കുറേ പറയാനുണ്ട്, പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമായി, ചോദിച്ചോളൂ. അല്ലെങ്കിൽ പുനർജന്മത്തെ കുറിച്ച് കുറച്ചും കൂടി പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ പ്രഭുവിനോട് ചോദിക്കാം? ഉണ്ടെങ്കിൽ ചോദിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ശരി ശരി. ഹരേ. അപ്പൊ നമുക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ക്ലോസ് ചെയ്തോ മോളെ.